തികച്ചും ലളിതമായ നടപടിക്രമങ്ങളോടെ വിദേശ രാജ്യങ്ങളിലെ മികച്ച യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാം. ഡോക്യുമെന്റേഷൻ ചാർജോ രജിസ്ട്രേഷൻ ഫീസോ ഇല്ലാതെ. വൈസ്മെൻ ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി. ഹായ്, സ്റ്റഡി അബ്രോഡ് കൺസിഡർ ചെയ്യുമ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് മിത്തുകളും ഉണ്ട്, ഒരുപാട് തെറ്റിദ്ധാരണകളും അതുപോലെ ശരിയായ ധാരണകളും ഇനി അതുപോലെ തന്നെയുള്ള കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവാറുണ്ട്. ഈ വീഡിയോയിൽ കുറച്ച് മിത്തും കാര്യങ്ങളുമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു മിത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് ഇന്ന കോഴ്സ് പഠിച്ചാൽ അവിടെ ജോലി ഗ്യാരണ്ടിയാണ്, ഇന്ന കോഴ്സ് പഠിച്ചാൽ കാര്യമില്ല എന്നുള്ള രീതിയിൽ കുറച്ച് തെറ്റിദ്ധാരണ പൊതുവെ ഈ വിദേശ വിദ്യാഭ്യാസം നോക്കുന്ന സ്റ്റുഡൻസിൻ്റെ ഉള്ളിലുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങളുടെ പൊട്ടൻഷ്യൽ പ്രൂവ് ചെയ്ത് നിങ്ങൾ അവിടെ ഒരു എംപ്ലോയറിനെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അവരുടെ കീഴിലോട്ട് മാറിയാൽ നിങ്ങൾക്ക് അവിടെ നിൽക്കാം, വർക്ക് ചെയ്യാം. അതിനുശേഷം കാലക്രമേണ നിങ്ങൾക്കൊരു PR-ലോട്ടൊക്കെ പോകാൻ പറ്റും. അത് ഏത് രാജ്യത്താണെങ്കിലും പറ്റും. അതിന് ഇന്ന പർട്ടിക്കുലർ ഒരു കോഴ്സ് തന്നെ പഠിക്കണം എന്ന് നിർബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. അല്ലെങ്കിൽ ഇന്നൊരു കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ അവിടെ ചെയ്യാൻ പറ്റൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അടുത്ത ഒരു തെറ്റിദ്ധാരണ ഉള്ളത് നമ്മളുടെ നാട്ടിൽ കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ പഠിച്ചുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ എക്സ്പെൻസസും നമുക്ക് അവിടെ മീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അത് പ്യുവർലി ഒരു തെറ്റിദ്ധാരണയാണ്. നമുക്ക് എല്ലാ എക്സ്പെൻസസും പൊതുവെ അവിടെ മീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം. ഇപ്പം 1 ഇയർ കോഴ്സും 2 ഇയർ കോഴ്സും എടുക്കുന്ന മാസ്റ്റേഴ്സിന് 1 ഇയർ കോഴ്സും 2 ഇയേഴ്സ് കോഴ്സും ഒക്കെ എടുക്കുന്ന ആളുകൾക്ക് തോന്നാറുണ്ട് ഞങ്ങൾക്ക് 20 hours പാർട്ട് ടൈം ഉണ്ട്, കുറച്ച് വർക്ക് എക്സ്ട്രാ ചെയ്താൽ ചിലപ്പോൾ ഞങ്ങളുടെ കംപ്ലീറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുമല്ലോ എന്ന് തോന്നാറുണ്ട്. ഒരു പരിധി വരെ ശരിയാണ്, നമുക്ക് എക്സ്പെൻസസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ഒരു സോഴ്സിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്ത് അവിടെ ചെന്ന് നിങ്ങൾ പണിയെടുത്ത് ഇത് മൊത്തം തീർക്കാം എന്നുള്ളൊരു കാര്യം മാത്രം ചിന്തിച്ച് നിങ്ങൾ പോവാതിരിക്കുക. അടുത്തത് ഇത് തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് അത്യാവശ്യം പൈസ സേവ് ചെയ്യാം പഠിത്തം കഴിയുമ്പോഴും എന്നുള്ളത്. അത് വേറൊരു തെറ്റിദ്ധാരണയാണ്. കാരണം നിങ്ങൾ മിക്കവാറും രാജ്യങ്ങളിലേക്ക് 50% ഓഫ് ട്യൂഷൻ ഫീസ് മാത്രം അടച്ചിട്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ 50 കുറച്ച് കൂടുതലോ കുറഞ്ഞ ഒരു ഫീസോ അടച്ചിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾക്ക് അവിടുത്തെ ബാക്കിയുള്ളൊരു ഫീസ് അടയ്ക്കാനുണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങളുടെ വീട് എക്സ്പെൻസസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ട്, ഡെയിലി ലിവിങ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യാനുണ്ട്. ഇനി അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ ബാക്കിയുള്ള നിങ്ങളുടെ നാട്ടിലോട്ട് ചിലപ്പോൾ എന്തെങ്കിലും ഒരു എമൗണ്ട് അയച്ചു കൊടുക്കാനോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതും വരും. അപ്പോൾ ഈ ഒരു കോഴ്സ് കഴിയുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു എമൗണ്ട് സേവിങ്സ് ഉണ്ടാക്കാം എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണയാണ്. അടുത്തൊരു കാര്യം സ്കോളർഷിപ്പിനെ കുറിച്ചാണ്. എല്ലാവരും ചോദിക്കും, നമുക്ക് എൻക്വയറീസ് വരുമ്പോൾ സ്കോളർഷിപ്പ് അവൈലബിൾ അല്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പം മാസ്റ്റേഴ്സ് പ്രോഗ്രാം ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് 1 വർഷത്തെയോ 1.5 വർഷത്തെയോ കോഴ്സ് ആണെങ്കിൽ ആ സ്കോളർഷിപ്പ് അവർക്ക് ഇനീഷ്യലി കിട്ടിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. പക്ഷേ ഈ 3 ഇയർ ഡിഗ്രി ഡിപ്ലോമ കോഴ്സസ് ഒക്കെ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പൊതുവെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ഇയറിലേക്കാണ് അവർക്ക് ഈ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നത്. ഈ ഫസ്റ്റ് ഇയറിലേക്ക് ഓഫർ ചെയ്യുന്ന സ്കോളർഷിപ്പ് അവരുടെ കറൻ്റ്ലി ഉള്ള മാർക്ക്, അവർ +2-ലോ അല്ലെങ്കിൽ എന്ത് കോഴ്സാണ് കഴിഞ്ഞേക്കുന്നത് ആ കോഴ്സിന് അവരെടുത്തിരിക്കുന്ന മാർക്കിനെ ബേസ് ചെയ്തിട്ടാണ് അവർക്ക് ഈ സ്കോളർഷിപ്പിൻ്റെ ഓഫർ വരുന്നത്. ഇവർ ഇനി അടുത്ത വർഷത്തേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ വർഷത്തെ എത്ര സ്കോളർഷിപ്പ് അവർക്ക് കിട്ടിയോ അതേ സ്കോളർഷിപ്പ് നെക്സ്റ്റ് ഇയറിലേക്ക് കിട്ടണമെങ്കിൽ അവർ ആ കൊടുക്കുന്ന സമയത്ത് ഇവരുടെ എത്രയായിരുന്നു മാർക്ക് ഇവർ സ്കോർ ചെയ്തിരുന്നത് അതേ മാർക്ക് തന്നെ ഫസ്റ്റ് ഇയറിൽ സ്കോർ ചെയ്താലാണ് സെക്കൻഡ് ഇയറിലും, അതുപോലെ തന്നെ സെക്കൻഡ് ഇയറിൽ സ്കോർ ചെയ്താലാണ് തേർഡ് ഇയറിലും ഇവർക്ക് ആ സ്കോളർഷിപ്പ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു സ്കോളർഷിപ്പ് നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് പെർമനൻ്റ് അല്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തൊരു കാര്യമാണ്, ഇത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫ്രീ എഡ്യൂക്കേഷൻ ഒരിക്കലും ഫ്രീ അല്ല എന്നുള്ളത്. ഇപ്പോൾ പലരും ഫ്രീ എഡ്യൂക്കേഷൻ ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ജർമ്മനി അതുപോലെ ഇറ്റലി അങ്ങനെ പല രാജ്യങ്ങളും പലരും ഓപ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ആക്ച്വലി ഈ രാജ്യങ്ങളിലൊന്നും പ്രത്യേകിച്ച് മാസ്റ്റേഴ്സ് പ്രോഗ്രാംസ് ഒന്നും ഫ്രീ അല്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് പോകുന്നതിൻ്റെ എക്സ്പെൻസസും മറ്റു വിസ പ്രോസസ്സിൻ്റെ എക്സ്പെൻസസൊക്കെ നിങ്ങൾക്ക് ബെയർ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഓരോ എക്സാംസ് വരുമ്പോഴും നിങ്ങളുടെ ഒരു എക്സാം കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാ സെമിസ്റ്റർ വൈസും വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ഫ്രീ. പിന്നെ ഒരു കാര്യമാണ്, ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണോ, ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സസിൽ പുറത്തോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ഒരുപാട് സ്റ്റുഡൻറ്റ് ചോദിച്ചു വരുന്നത്. ഈ ഷോർട്ട് ടൈം ഡിപ്ലോമ കോഴ്സസ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഇത് എല്ലാവർക്കും ആക്സസബിൾ ആണ് എന്നുള്ളതാണ് ഒരു മിത്ത്. പൊതുവേ ഒരു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സുകൾ, ഡിഗ്രിയോ മാസ്റ്റേഴ്സ് കോഴ്സുകളോ അല്ലെങ്കിൽ റിസർച്ച് പോലത്തെ കോഴ്സുകളോ PhD പ്രോഗ്രാംസിനൊക്കെയാണ് പൊതുവേ നമുക്ക് ഇവിടെ നിന്ന് വിസ കിട്ടുകയുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഒരു ഡിപ്ലോമ പ്രോഗ്രാം നമുക്ക് ഓൺലൈനിൽ എൻറോൾമെൻറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പഠിച്ച് തീർത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കാം. പക്ഷേ
നമ്മൾ ആ കൺട്രിയിലേക്ക് പോയി പഠിക്കണമെങ്കിൽ അവിടെ സ്പോൺസർഷിപ്പ് റേസ് ചെയ്യാൻ റൈറ്റ്സ് ഉള്ള ഒരു കോളേജോ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയോ ആയിരിക്കണം. ഇപ്പോൾ കാനഡ പോലൊരു രാജ്യത്തോ ന്യൂസിലാൻഡ് പോലൊരു രാജ്യത്തോ ഡിപ്ലോമ കോഴ്സസ് അവൈലബിൾ ആണ്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ UK പോലെയോ അല്ലെങ്കിൽ മറ്റു പല മറ്റേ ഓസ്ട്രേലിയ പോലെയുള്ള മറ്റു പല രാജ്യങ്ങളിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടാൻ ചാൻസില്ല. ഇനി വേറൊരു മെയിൻ റീസൺ ആണ്, നമ്മൾ അവിടെ പഠിക്കുന്നത് വളരെ വലിയ റിസ്ക് എടുക്കണോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. ഓഫ് കോഴ്സ് അവിടെ പഠിക്കുന്നത് ഒരു റിസ്ക്കാണ്. പക്ഷേ അവിടെ പഠിക്കുന്നതിൻ്റെ ആ റിസ്കിൻ്റെ ഒരു ഔട്ട്കമ്മും അതേപോലെ തന്നെ ഡിഫറെൻ്റ് ആണ്. നിങ്ങൾ അവിടെ പോയി പഠിച്ച് പാസ്സായതിനു ശേഷം നിങ്ങൾ അവിടെ ഒരു ജോലി കണ്ടുപിടിക്കുന്നത് നിങ്ങൾ ഇവിടെ പഠിച്ചതിന് ശേഷം നിങ്ങൾ അവിടെ ഒരു ജോലിക്ക് ട്രൈ ചെയ്ത് അവിടെ സ്പോൺസറിനെ കണ്ടുപിടിച്ച് വർക്ക് വിസയിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് നമ്മൾ അവിടെ പോയി പഠിച്ചതിന് ശേഷം നമ്മൾ അവിടെ ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ച് മാറുന്നത്. റിസ്ക് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെർത്ത് ഓഫ് ടേക്കിംഗ്. ഓഫ് കോഴ്സ് നമ്മൾ ഇവിടെ പഠിച്ചതിന് ശേഷം പലപ്പോഴും ഇന്ന ജോലിക്ക് കിട്ടുമോ, ഇപ്പോൾ പ്രത്യേകിച്ച് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് പഠിച്ച് അതിനുശേഷം BCom പോലെയുള്ള സബ്ജക്ട്സ് ഒക്കെ പഠിച്ചതിന് ശേഷം എങ്ങനെയെങ്കിലും പുറത്തേക്ക് ഒരു വർക്ക് വിസ നോക്കുന്നവർ കുറേ സ്ട്രഗിൾ ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രൊഫഷനിൽ പെട്ട ഇതിനും വർക്ക് വിസ കിട്ടാൻ വളരെ ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെർത്ത് ഓഫ് ടേക്കിംഗ് എ റിസ്ക് നിങ്ങൾ പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത്. മറ്റൊരു കാര്യമാണ്, സ്റ്റുഡൻസ് അവിടെ ചെന്നിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യും. അവിടെ ഭയങ്കര അവിടെ സ്ട്രഗിളാണ് കൂടുതൽ സെറ്റിൽ ആവാനും കാര്യങ്ങൾക്കും എന്നൊക്കെ. പക്ഷെ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓൾമോസ്റ്റ് പുറത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ സപ്പോർട്ട് ഡെസ്ക് അതുപോലെ തന്നെ മറ്റ് പല ആക്ടിവിറ്റീസും അവിടെ തന്നെ ഉണ്ട്. പലപ്പോഴും പോകുന്ന സ്റ്റുഡൻസ് ആ ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഈ യൂണിവേഴ്സിറ്റീസ് തന്നെ അവരുടെ ക്യാമ്പസുകളിലോ അല്ലെങ്കിൽ നിയർ ബൈ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലോ ബെസ്റ്റ് ഇൻ ക്ലാസ് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് പലപ്പോഴും ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ നാട്ടിൽ നിന്ന് പോകുന്ന പല സ്റ്റുഡൻസും ഈ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റീസ് യൂസ് ചെയ്യണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തെ ഒരു സാഡ് സൈഡ്. അപ്പോൾ യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു മിത്താണ്. യൂണിവേഴ്സിറ്റീസ് വരുന്ന സ്റ്റുഡൻസിന് ഒരുപാട് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഇവിടുന്ന് പോകുന്ന സ്റ്റുഡൻസ് അത് മേക്ക് യൂസ് ചെയ്യാനായിട്ട് തയ്യാറാവാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാഡ് സൈഡ്. മറ്റൊരു കാര്യമാണ്, എല്ലാവരും പാർട്ട് ടൈം ആണ് കൂടുതലും എല്ലാവരുടെയും ഫോക്കസ്. ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ എത്തുക, ഒരു കോഴ്സ് എടുക്കുക, അവിടെ എത്തുക, അതിനുശേഷം പാർട്ട് ടൈം ചെയ്യുക, പൈസ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ മാത്രം പ്രയോറിറ്റൈസ് ചെയ്യണ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇവരിവിടെ നിന്ന് കയറി പോകുമ്പോൾ പാർട്ട് ടൈം ഉണ്ടോ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടോ, റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടോ, ഫ്രണ്ട്സ് ആരെങ്കിലും പരിചയക്കാരുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇവരുടെ പ്രയോറിറ്റി. അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയോ ആ യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന കോഴ്സോ ഈ യൂണിവേഴ്സിറ്റിയുടെ റെക്കഗ്നേഷനോ ഒന്നും ആവാറില്ല പൊതുവെ. പക്ഷേ അവിടെ ചെന്ന് കുറച്ച് നാൾ ഇവർ പഠിച്ചു തുടങ്ങിയതിന് ശേഷമാണ് ഇവർക്ക് അതല്ല കുറച്ച് ഇന്ന കോഴ്സ് എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യം കൂടെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഇന്ന ഫെസിലിറ്റി ഉള്ളത് എടുക്കാമായിരുന്നു എന്നുള്ള ചിന്ത പൊതുവെ അവിടെ എത്തിയതിന് ശേഷമാണ് സ്റ്റുഡൻസിന് വരാറ്. അപ്പം അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങൾ എപ്പോഴും കൺസിഡർ ചെയ്യുക. നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻ, അല്ലെങ്കിൽ ഇതിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് എന്താ ഉള്ളത് എന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുക. നോട്ട് പാർട്ട് ടൈം, നോട്ട് ഫെസിലിറ്റീസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം സെക്കൻഡറി ആക്കി വെക്കുക. നിങ്ങൾക്ക് ഈ നാട്ടിൽ കിട്ടാത്ത പല സൗകര്യങ്ങളും നിങ്ങൾ വിദേശ വിദ്യാഭ്യാസം ചൂസ് ചെയ്യുമ്പോൾ കിട്ടും. ഫോർ എക്സാമ്പിൾ, വേൾഡ് ക്ലാസ് യൂണിവേഴ്സിറ്റി, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള കരിക്കുലം, നിങ്ങൾക്ക് ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ടോപ്പിക്സ്, അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ്, അതേപോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അവരുമായിട്ടുള്ള ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച്, ആ ഒരു കൾച്ചറൽ എക്സ്ചേഞ്ച് കൊണ്ട് നമുക്കുണ്ടാകുന്ന പേഴ്സണൽ ഗ്രോത്ത്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു വിദേശ വിദ്യാഭ്യാസം ഓപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുതെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം. കുറച്ച് മിത്തുകളൊക്കെ ഞാൻ പറഞ്ഞതെന്ന് തോന്നുന്നു. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാം. പിന്നെ നിങ്ങൾ ഏപ്രിൽ മെയ് ഇൻടേക്ക് അതുപോലെ സെപ്റ്റംബർ ഇൻടേക്ക് 2025 നോക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് അസ്. ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൺസിഡർ ചെയ്യുക. കൂടുതൽ കണ്ടന്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുള്ള ടോപ്പിക്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഞങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കാം. നമ്പർ വീഡിയോയിൽ തന്നെയുണ്ട്. ഇനി അതല്ല നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തിയാലും ഞങ്ങൾ ഉത്തരം തരാം.
സോ താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.